ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു വെറൈറ്റി റെസിപ്പീസ്. അടിപൊളി ടേസ്റ്റുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് സ്നാക്കാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ രുചി അറിഞ്ഞാൽ എത്ര കഴിച്ചാലും മതിയാകില്ല. വളരെ ടേസ്റ്റാണ്, വളരെ സോഫ്റ്റും യമ്മിയുമായിട്ടുള്ള ഒരു സ്നാക്കാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഒരു ചെറിയ ബൗളിലേക്ക് 1 കപ്പ് നേരെ ചൂടുള്ള വെള്ളം ചേർക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാരയും 1 ടീസ്പൂൺ ഈസ്റ്റും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് മൂടി വെച്ച് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാം. ഈ സമയത്ത് നമുക്കൊരു ബൗളിലേക്ക് 3 കപ്പ് മൈദ മാവ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി നമ്മൾ കലക്കി മൂടി വെച്ചിരുന്ന ഈസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ 4 ടീസ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഒത്തിരി ഡ്രൈ ആയിട്ടിരിക്കുകയാണെങ്കിൽ മാത്രം നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ കുറച്ച് ടൈറ്റാണ്, അതുകൊണ്ട് ഞാൻ എൻ്റെ കൈവെള്ളയിൽ കുറച്ച് വെള്ളം എടുത്ത് ഇതിലേക്ക് ചേർക്കുകയാണ്. എന്നിട്ടൊന്ന് നന്നായിട്ട് തേച്ച് കുഴച്ചെടുക്കാം. 2 ടീസ്പൂൺ വെള്ളം ഞാനിപ്പോൾ ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 1 കപ്പ് വെള്ളവും പിന്നെ 2 ടീസ്പൂൺ വെള്ളവും കൂടിയാണ് ഞാനിതിലേക്ക് ചേർത്തത്. ഇപ്പോൾ നന്നായിട്ട് തേച്ച് കുഴച്ച് മാവ് നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ പുറത്തേക്ക് കുറച്ച് എണ്ണ തടവിയതിന് ശേഷം മൂടി വെച്ച് 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാം. ഈ സമയത്ത് നമുക്കിതിൽ ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. കുഴിവുള്ള ഒരു പാൻ ചൂടാക്കി 2 ടീസ്പൂൺ വെജിറ്റബിൾ ഓയിൽ ചേർക്കുക. ഇതിലേക്ക് 2 മീഡിയം വലുപ്പത്തിലുള്ള സവാള ചെറുതായി കട്ട് ചെയ്തത് ചേർക്കുക. 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും എരിവിനുള്ള പച്ചമുളകും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. സവാളയൊക്കെ ഒന്ന് നല്ലതുപോലെ സോഫ്റ്റ് ആകുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് മീഡിയം വലുപ്പത്തിലുള്ള 2 ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. സവാള വാടിക്കഴിയുമ്പോഴേക്കും ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്ത ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. വേവിക്കാത്ത ഉരുളക്കിഴങ്ങാണ് ഞാൻ ചേർത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. സവാളയുമായി നല്ലതുപോലെ മിക്സ് ചെയ്യുമ്പോൾ ഉരുളക്കിഴങ്ങിൻ്റെ ഒട്ടിപ്പിടിക്കൽ മാറിക്കിട്ടും. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഇനി ആവശ്യമുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 3/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ഇത്രയും ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നീളത്തിൽ കട്ട് ചെയ്ത ക്യാരറ്റ് കുറച്ച് ചേർക്കാം. അതുപോലെ തന്നെ നീളത്തിൽ കട്ട് ചെയ്ത ക്യാപ്സിക്കവും തക്കാളിയും കൂടി ചേർക്കാം. തക്കാളിയുടെ ഉള്ളിലെ ജെല്ല് ഭാഗം മാറ്റിയിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇതിൻ്റെ അളവ് നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് എടുക്കുക കേട്ടോ. നിങ്ങൾക്ക് കൂടുതലോ കുറവോ എടുക്കാം. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ വീതമാണ് എടുത്തിരിക്കുന്നത്. ഈ മസാലയ്ക്ക് വേണ്ട കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതെല്ലാം നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി പുഴുങ്ങിപ്പൊടിച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം. 1 കപ്പ് പുഴുങ്ങിപ്പൊടിച്ച ചിക്കനാണ് ഞാനിപ്പോൾ ചേർത്തത് കേട്ടോ. ഉപ്പ് ചേർത്ത് വേവിച്ചെടുത്തതാണ്. ഇനി ഈ മസാലയുമായി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം. ചിക്കന് പകരമായിട്ട് നമുക്ക് ബീഫും വേവിച്ച് പൊടിച്ച് ചേർക്കാവുന്നതാണ്. ഇതിലേക്ക് ഇനി ടൊമാറ്റോ സോസാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാൻ 3 ടീസ്പൂൺ ടൊമാറ്റോ സോസ് എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ സോസ് ചേർത്തതിന് ശേഷം നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി കുറച്ച് മല്ലിയില പൊടിയായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. മല്ലിയില ചേർത്തതിന് ശേഷം ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫില്ലിംഗ് ആണ് കേട്ടോ. ഇത് വേണമെങ്കിൽ നമുക്ക് ചപ്പാത്തി റോളിലും ബ്രെഡിൻ്റെ ഇടയിലൊക്കെ വെച്ച് കഴിക്കാൻ നല്ലതാണ്. ഇനി നമ്മൾ കുഴച്ച് വെച്ചിരുന്ന മാവ് ഇപ്പോൾ 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നല്ലതുപോലെ പൊങ്ങിയിട്ടുണ്ട്. ഇതൊന്നുകൂടി കുഴച്ച് ഇതിലെ എയർ ബബിൾസൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. ഇനി നമുക്ക് കൗണ്ടർ ടോപ്പിൽ കുറച്ച് എണ്ണ തടവിയതിന് ശേഷം കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് വെച്ച് കൊടുക്കാം. കൈ കൊണ്ടൊന്ന് പരത്തി കൊടുക്കാം. ഇനി ഇത് 2ആക്കി കട്ട് ചെയ്തെടുക്കാം. ഇനി ഓരോ പകുതിയും നമുക്ക്
5 ഈക്വൽ പാർട്ടായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇത് ഓരോന്നും നമുക്കൊന്ന് ഉരുട്ടിയെടുക്കാം. ബാക്കി പകുതിയും കൂടി ഇതുപോലെ 5 ഈക്വൽ പാർട്സ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്കൊന്ന് ഉരുട്ടിയെടുക്കാം. ഇതപ്പം ഞാനതെല്ലാം ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് അകത്തി വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് കൈകൊണ്ട് പരത്തിയെടുക്കാം. ഇതുപോലെ പരത്തിയെടുക്കണം. ഒത്തിരി വട്ടം വേണ്ട, കുറച്ച് വട്ടത്തിൽ നമുക്ക് ഇതെല്ലാം ഒന്ന് പരത്തിയെടുക്കാം. എല്ലാ ഉരുളകളും ഇതുപോലെ പരത്തി വെച്ചതിന് ശേഷം ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഫില്ലിങ് വെച്ചു കൊടുക്കാം. ഓരോന്നിൻ്റെ നടുവിലായിട്ടും കുറേശ്ശെ ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഇപ്പം ഞാൻ പരത്തി വെച്ചിരിക്കുന്ന ഓരോന്നിലും ഫില്ലിങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഓരോന്നും നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കാം. അടയുണ്ടാക്കുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഇപ്പോൾ ഞാനതെല്ലാം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പുറത്തേക്ക് ഒരു പ്ലാസ്റ്റിക് ഇട്ടിട്ടൊന്ന് കവർ ചെയ്ത് വെക്കാം. 10 മിനിറ്റ് ഇതുപോലെ തന്നെ ഒന്ന് കവർ ചെയ്ത് വെക്കാം. 10 മിനിറ്റിന് ശേഷം നമുക്കിത് ഓരോന്നും എടുത്തിട്ടൊന്ന് പരത്തി കൊടുക്കാം. നടുവിലൂടെ ഒന്ന് ഇതുപോലെ പ്രസ് ചെയ്ത് പരത്തിയെടുക്കാം. എല്ലാം ഒരുമിച്ച് പരത്തരുത്. നമ്മൾ ആദ്യം ഫ്രൈ ചെയ്യുന്ന എത്ര എണ്ണമാണോ അത്രയും മാത്രം ആദ്യം പരത്തി വയ്ക്കുക. എല്ലാം പരത്തി വെച്ചാൽ ഇത് ബാറ്റർ ലൂസായി പോകും. മാവ് ലൂസായി പോയാൽ നമുക്ക് എടുത്തുകൊണ്ട് പോകാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നമ്മുടെ പാനിൽ 2 എണ്ണമാണോ 3 എണ്ണമാണോ നമ്മൾ ആദ്യം ഉണ്ടാക്കുന്നത് അതനുസരിച്ച് പരത്തിയെടുക്കാം. ആദ്യത്തെ സെറ്റ് ഫ്രൈ ചെയ്തെടുക്കാറാവുമ്പോഴേക്കും അടുത്ത സെറ്റിനുള്ളത് നമ്മൾ പരത്തിയെടുത്താൽ മതിയാകും. ഇനി നമുക്കൊരു പാൻ ചൂടാക്കി അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ 2 ടേബിൾ സ്പൂൺ എണ്ണയാണ് ഇതിലേക്ക് ഒഴിച്ചിരിക്കുന്നത് കേട്ടോ. ഷാലോ ഫ്രൈ ചെയ്താണ് ഇതെടുക്കുന്നത്. ഏറ്റവും ലോ ഫ്ലെയിമിൽ വേണം നമ്മളിത് ഫ്രൈ ചെയ്യാൻ കേട്ടോ. 2 സൈഡും 2 മിനിറ്റ് അല്ലെങ്കിൽ 2.5 മിനിറ്റ് വീതം ഫ്രൈ ചെയ്താൽ മതിയാകും. പെട്ടെന്ന് വെന്ത് കിട്ടും. ഒത്തിരി എണ്ണയിൽ മുക്കി പൊരിക്കേണ്ട ആവശ്യമില്ല. വളരെ കുറച്ച് എണ്ണ ചേർത്ത് നമുക്കിതുപോലെ ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഒഴിച്ച 2 ടേബിൾ സ്പൂൺ എണ്ണ മാത്രമാണ് ഞാനിതെല്ലാം ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി എടുത്തത് കേട്ടോ. അതിൽ കൂടുതൽ എണ്ണ ഒന്നും ഞാൻ ഒഴിച്ചിട്ടില്ല. ഇപ്പോൾ ഫസ്റ്റ് സെറ്റ് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടി റെഡിയാക്കാം. വലിയ പാനാണെങ്കിൽ നമുക്ക് 3 എണ്ണം വീതം വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പോൾ ലാസ്റ്റത്തെ ആണ് ഞാൻ ഈ എടുക്കുന്നത്. ഒത്തിരി ഡാർക്കായിട്ട് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ആദ്യം ചേർത്ത എണ്ണ കൊണ്ട് തന്നെയാണ് ഇതെല്ലാം ഫ്രൈ ചെയ്തെടുത്തത് കേട്ടോ. പാനിൽ വളരെ കുറച്ച് ഡ്രോപ്സ് ആയിട്ടുള്ള എണ്ണ മാത്രമേ ബാക്കി വന്നിട്ടുള്ളൂ. അപ്പോൾ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ എണ്ണയിലാണ് നമ്മളിതെല്ലാം വറുത്തെടുത്തത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്നാക്കാണിത്. ഇത് ഒരെണ്ണം കഴിച്ചാലും നമുക്ക് പിന്നെ വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും. വളരെ ടേസ്റ്റിയാണ്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഫില്ലിങ് ബാക്കിയുണ്ടെങ്കിൽ നമ്മൾക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ചപ്പാത്തി റോളിലോ അല്ലെങ്കിൽ ബ്രെഡിനുള്ളിലൊക്കെ വെച്ച് കഴിക്കാനും നല്ലതാണ് കേട്ടോ. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ സ്നാക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്